നമ്മുടെ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞ 50 വർഷങ്ങളിലേറെയായി ഒരിക്കലും അണയാതെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രാത്രിയിൽ നോക്കിയാൽ അത് നരകത്തിലേക്കുള്ള കവാടം പോലെയായിരിക്കും നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് ആ സ്ഥലത്തിനെ ഗേറ്റ്സ് ഓഫ് ഹെൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇത് ശരിക്കും നരകത്തിലേക്കുള്ള കവാടമാണോ? അല്ലെങ്കിൽ മനുഷ്യർ ചെയ്ത ഒരു വലിയ തെറ്റിന്റെ ഫലമായാണോ ഇത് രൂപപ്പെട്ടത്? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് മധ്യ ഏഷ്യയിലെ ഒരു രാജ്യമായ തുർക്ക്മെനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഗേറ്റ്സ് ഓഫ് ഹെൽ എന്ന ലോക പ്രശസ്തമായ അഗ്നിക്കുഴിയുടെ യഥാർത്ഥ കഥയാണ്. തുർക്ക്മെനിസ്ഥാനിലെ വിശാലമായ കരുക്കും ഡെസേർട്ട് എന്ന മരുഭൂമിയുടെ നടുവിലാണ് ഈ തീക്കുഴി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 70 മീറ്റർ മുതൽ 30 മീറ്റർ ആഴമുള്ള ഒരു വലിയ ഗർത്തമാണിത്. രാത്രിയാകുമ്പോൾ ഇതിൻ്റെ അകത്ത് 100 കണക്കിന് തീജ്വാലകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കാഴ്ച കണ്ടാൽ ആരും ഒരു നിമിഷം ഒന്ന് ഭയന്നു പോകും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗേറ്റ്സ് ഓഫ് ഹെൽ അഥവാ നരകത്തിൻ്റെ കവാടം എന്ന പേര് വന്നത്. 1971 അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ പ്രകൃതിവാതകം കണ്ടെത്താനായിട്ട് ഖനനം ആരംഭിച്ചു. അവർ ഡ്രില്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഭൂമി ഇടിഞ്ഞു വീണു. ഒരു വലിയ കുഴി രൂപപ്പെട്ടു. ഡ്രില്ലിംഗ് ഉപകരണങ്ങൾ മുഴുവൻ ആ കുഴിയിലേക്ക് വീണു. അതിലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ആ കുഴിയിൽ നിന്ന് വലിയ അളവിൽ മീഥെയ്ൻ വാതകം പുറത്തു വരാൻ തുടങ്ങി. ഈ വാതകം മനുഷ്യർക്കും മൃഗങ്ങൾക്കും വളരെ അപകടമാണ്. അതിനാൽ ശാസ്ത്രജ്ഞർ ഒരു തീരുമാനമെടുത്തു. വാതകം അന്തരീക്ഷത്തിലേക്ക് പടരാതിരിക്കാൻ അതിന് തീ കൊളുത്തുക. അവരുടെ കണക്കുകൾ പ്രകാരം ചില ദിവസങ്ങൾക്കുള്ളിൽ ഗ്യാസ് തീർന്ന് ആ തീ അണയുമെന്ന് കരുതി. പക്ഷേ അവർക്ക് തെറ്റുപറ്റി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കടന്നുപോയി. എന്നിട്ടും തീ ഇതുവരെ അണഞ്ഞില്ല. 1971 കത്താൻ തുടങ്ങിയ ആ തീ ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് വലിയ തോതിൽ നാച്ചുറൽ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് തീ തുടർച്ചയായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഈ സ്ഥലം കാണുമ്പോൾ മരുഭൂമിയുടെ നടുവിൽ ഒരു വലിയ അഗ്നിസമുദ്രം രൂപപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. ഇതാണ് ലോകമെമ്പാടുമുള്ള വിദേശ സഞ്ചാരികളെ അവിടേക്ക് ആകർഷിക്കുന്നത്. ഇന്റർനെറ്റിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഇത് നരകത്തിലേക്കുള്ള വാതിലാണെന്നാണ്. രാത്രിയിൽ അവിടെ പിശാചുക്കളുടെ ശബ്ദം കേൾക്കാൻ പറ്റുമെന്നും പലരും പറയുന്നുണ്ട്. ഇവയെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് നാച്ചുറൽ ഗ്യാസ് ഖനനത്തിലുണ്ടായ ഒരു വലിയ അപകടത്തിൻ്റെ ഫലമാണ്. അതായത് ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നത് നരകത്തിലേക്കുള്ള കവാടമല്ല, മനുഷ്യരുടെ തെറ്റായ തീരുമാനവും പ്രകൃതിയുടെ അത്ഭുതകരമായ ശക്തിയും ചേർന്ന് സൃഷ്ടിച്ച ഒരു വിചിത്ര അഗ്നികുഴിയാണ് ഇത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, രാത്രിയിൽ ആ കത്തുന്ന ഗർത്തത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു പോകും, ഇത് ശരിക്കും നരകത്തിൻ്റെ കവാടമാണോ എന്ന്.